സാങ്കേതിക തകരാറിനെ തുടർന്ന് കൊച്ചി മെട്രോയുടെ ഗതാഗതം തടസ്സപ്പെട്ടു. സിഗ്നൽ തകരാറിനെ തുടർന്നായിരുന്നു ഇത്. മിനിറ്റുകൾക്ക് ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വിഷ്ണു സുരേഷാണ് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇതിപ്പോൾ ഏതാണ്ട് 15 മിനിറ്റിലധികം മെട്രോ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് സിസ്റ്റം എററാണ് സംഭവിച്ചത്? സിഗ്നൽ തകരാറിനെ തുടർന്ന് മെട്രോ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. 4 മണിക്ക് ശേഷമാണ് മെട്രോ ഗതാഗതം തടസ്സപ്പെട്ടത്. അതായത് മെട്രോയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു സന്ദേശം വരികയായിരുന്നു. ഇത്തരത്തിൽ എമർജൻസി സിറ്റുവേഷൻ എന്ന തരത്തിലാണ് സന്ദേശം വന്നത്. പിന്നീട് അല്പസമയം മുമ്പ്, ഏകദേശം 2 മിനിറ്റ് മുമ്പാണ് മെട്രോ ഈ സിഗ്നൽ തകരാറ് പരിഹരിച്ചത്. നിലവിൽ മെട്രോ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കടവന്ത്ര സ്റ്റേഷനകത്ത് ഇത്തരത്തിൽ സിഗ്നൽ തകരാർ ഉണ്ടാകുകയും ഒരു അപായ മുന്നറിയിപ്പ് വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അടിക്കടി മെട്രോയിൽ നിന്ന് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് വിശദമായി പരിശോധിക്കും എന്ന് തന്നെയാണ് KMRL നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക തകരാറാണ്, സിഗ്നലിൽ സംഭവിച്ച പ്രശ്നമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് തന്നെ ഈ അലാമിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് കൃത്യമായി അത് മെസ്സേജുകൾ മൊബൈൽ ഫോണിൽ വരികയും ചെയ്യും. പക്ഷെ അത് 15 മിനിറ്റിനകം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, സ്മൂത്താണ്, മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. അതെ, ഇനി കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ റഫീഖ് പറയുന്നു, ചായക്ക് സമോസ വേണോ, ചക്കരയെ? ഏത് ചക്കരയാണ് അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നല്ലതുപോലെ വാർത്ത പറയുന്നുണ്ടെന്ന് ഉല്ലാസ് പറയുന്നു. ചായ കുടിച്ചിട്ടാണ് വന്നതെന്ന് വിചാരിച്ചു കുട്ടികളെ എന്ന് ഷാനു പറയുന്നുണ്ട്. മനോജ് പറയുന്നു, ഗുഡ് ഈവനിങ് ഡിയർ പ്രസിഡന്റ് പ്രവിത, കീപ് റോക്കിംഗ്. താങ്ക് യു. ഉല്ലാസ് കെ പറഞ്ഞു, പ്രണവിനും നീരവിനും ഒരു ഹായ് തരുമോ എന്ന് പറയുന്നു. ഒരു 1 2 3 ഹായ് പറയാം. ഹായ് പ്രണവ് ആൻഡ് നീരവ്. ഹലോ. രവികുമാർ വന്ന്, പ്രവിത കൽപ്പാത്തി രഥോത്സവത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നാളെ രാവിലെ കൽപ്പാത്തിയിൽ ഉണ്ടാകും എന്ന് കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നാളെ നമ്മൾ അവിടെയാണ്, കൽപ്പാത്തിയിലാണ്. രാവിലെയും വൈകിട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. രാകേഷ് പറയുന്നത്, ഗുഡ് മോർണിംഗ് പ്രസിഡന്റ്. അവിടെ ഗുഡ് മോർണിംഗ് ആണെന്ന് തോന്നുന്നു. നെതർലാൻഡ്സിൽ നിന്നാണ് കമന്റ്. ആളെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ വിളിച്ച അതെ, രാകേഷ് റോഷൻ. അതെ.